ആറാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 4-ാമത്തെ യൂണിറ്റിലെ ക്ലെവർ കാർല എന്ന ചെറുനാടകമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില ആക്ടിവിറ്റീസും നമുക്കിന്ന് ചെയ്യാം. 6-ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. Here is a short play of a farmer who tries to sell his products. Read it and enjoy. തൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്ന ഒരു കർഷകനെക്കുറിച്ചുള്ള ചെറുനാടകമാണിത്. എല്ലാവരും വായിച്ചാസ്വദിക്കുമല്ലോ. ക്ലെവർ കാർല, ബുദ്ധിമതിയായ കാർല. In the city of Palermo, Italy, there lived a poor farmer and his young daughter Carla. The farmer worked hard to cultivate fine grains and fresh vegetables which he sold at a nearby market. Carla helped her father by watering the plants and collecting the grains. ഇറ്റലിയിലുള്ള ഒരു ചെറുനഗരമായ പലേർമോയിൽ ഒരു പാവപ്പെട്ട കർഷകനും കാർല എന്നു പേരുള്ള അദ്ദേഹത്തിൻ്റെ മകളും താമസിച്ചിരുന്നു. ഈ കൃഷിക്കാരൻ കഠിനാധ്വാനിയായിരുന്നു. അദ്ദേഹം അധ്വാനിച്ച് ശുദ്ധമായ ധാന്യങ്ങളും പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കുമായിരുന്നു. എന്നിട്ട് അടുത്തുള്ള ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും പതിവായിരുന്നു. കാർല പച്ചക്കറികൾ നനയ്ക്കാനും ധാന്യങ്ങൾ ശേഖരിക്കാനും തൻ്റെ അച്ഛനെ എപ്പോഴും സഹായിക്കുമായിരുന്നു. സീൻ 1, രംഗം 1. One day, the farmer loaded his wagon with grains and hitched up his only horse. ഒരു ദിവസം ഈ കർഷകൻ തൻ്റെ വണ്ടിയിൽ ധാന്യം നിറച്ച് തൻ്റെ കുതിരയെ വണ്ടിയിൽ കെട്ടി ചന്തയ്ക്ക് പുറപ്പെടാനൊരുങ്ങി. ഫാർമർ: വിഷ് മീ ലക്ക് കാർല. I am going to the market and hope to return before dark with my pockets filled with money. എനിക്ക് നല്ല ഭാഗ്യം ലഭിക്കാനായി എന്നെ ആശംസിക്കൂ കാർല. ഞാൻ ചന്തയ്ക്ക് പോവുകയാണ്. രാത്രിയാവുന്നതിനു മുൻപ് പോക്കറ്റ് നിറച്ച് പണവുമായി മടങ്ങിയെത്താമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാർല: ഗുഡ് ലക്ക് പപ്പ. ഡു കം ബാക്ക് സൂൺ. I will have the rest of the grains collected by the time you come back. ഭാഗ്യമുണ്ടാകട്ടെ അച്ഛ. വേഗം മടങ്ങി വരൂ. തിരിച്ചു വരുമ്പോഴേക്കും ബാക്കിയുള്ള എല്ലാ ധാന്യങ്ങളും ഞാൻ ശേഖരിച്ചു വയ്ക്കാം. സീൻ 2, in the street. Merchant: Hey, wait, my good fellow. He picks up a handful of grains and admires them. I see you do fine work, very fine indeed. He looks at the farmer with a sly grin. How much for everything? Farmer: 20 copper pieces for everything. Merchant: It's a deal. Here is the money. The merchant climbs onto the wagon, seats himself next to the farmer. Now step down and be on your way. Farmer: What's this? Merchant: Come now, my dear fellow. Let us not argue. You did agree to sell me everything, didn't you? Farmer: Well, yes, but... Merchant: I take you at your word. Everything includes your wagon and your horse. After all, a deal is a deal. If you don't agree with me, we will go before the judge. There is one just down the street. രംഗം 2, തെരുവ്. വ്യാപാരി: സുഹൃത്തെ, ഒന്ന് നിൽക്കൂ. അയാൾ തൻ്റെ കയ്യിൽ ധാന്യങ്ങൾ എടുത്തു നോക്കി പ്രശംസിച്ചുകൊണ്ട് പറയുന്നു: നിങ്ങൾ വളരെ അധ്വാനിയാണ്. അസ്സലായിട്ട് അധ്വാനിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കള്ളച്ചിരിയോടെ കർഷകനെ നോക്കുന്നു. എല്ലാത്തിനും കൂടി എന്ത് വില തരണം? കർഷകൻ പറയുന്നു: എല്ലാത്തിനും കൂടി 20 ചെമ്പു നാണയങ്ങൾ തന്നാൽ മതി. വ്യാപാരി: ഇത് ഉറപ്പാണല്ലോ അല്ലേ? ഇതാ പണം എന്ന് പറഞ്ഞ്
പണം അയാളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് വ്യാപാരി വണ്ടിയിൽ ചാടിക്കയറുന്നു. എന്നിട്ട് പറയുന്നു, ഇനി നിങ്ങൾ താഴെ ഇറങ്ങൂ, എന്നിട്ട് നിങ്ങളുടെ വഴിക്ക് പൊക്കോളൂ. കർഷകൻ, എന്താ ഇത്? വ്യാപാരി പറയുന്നു, നോക്കൂ കൂട്ടുകാരാ, നമ്മൾ തമ്മിൽ ഒരു വഴക്ക് വേണ്ട. നിങ്ങൾ എല്ലാം കൂടി വിൽക്കാൻ സമ്മതിച്ചതല്ലേ? കർഷകൻ, അതെ, പക്ഷേ. വ്യാപാരി പറയുന്നു, നിങ്ങളുടെ വാക്കുകൾ അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാ വസ്തുക്കളും എന്നതിൽ നിങ്ങളുടെ വണ്ടിയും കുതിരയും ഒക്കെ ഉൾപ്പെടില്ലേ? എന്തായാലും ഇതൊരു ഇടപാടാണ്. ഇതിന് നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിൽ നമുക്ക് ന്യായാധിപന്റെ അടുത്ത് പോകാം. ഈ തെരുവിൽ തന്നെ ഒരു ന്യായാധിപനുണ്ട്. സീൻ 3. ഇൻ ദ കോർട്ട്. ജഡ്ജ്, ഡിഡ് യു എഗ്രി ടു സെൽ എവറിത്തിങ്? ഫാർമർ, വെൽ, യെസ്, ബട്ട്. ജഡ്ജ്, then a deal is a deal, and you must do as you agreed. The farmer walks back home with the cruel merchant's laugh ringing in his ears. When he gets home, he explains everything to Carla just as it happened. Carla, what a greedy old man. But don't worry, Papa, I have an idea. Early the next day, Carla selected a basket full of the best ripe watermelons that the farmer had ever made. Carla, let me try my luck at selling this. രംഗം 3. കോടതി. ന്യായാധിപൻ, നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം വിൽക്കാൻ സമ്മതിച്ചിരുന്നോ? കർഷകൻ, ആ, അതെ, പക്ഷേ. ന്യായാധിപൻ, വാക്കു പറഞ്ഞാൽ അത് വാക്കായിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ സമ്മതിച്ചത് അതുതന്നെ ചെയ്യണം. കർഷകൻ നിരാശയോടെ വീട്ടിലേക്ക് മടങ്ങുന്നു. വ്യാപാരിയുടെ ചിരി അയാളുടെ ചെവികളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. അയാൾ തൻ്റെ വീട്ടിലെത്തി അവിടെ സംഭവിച്ചതെല്ലാം അതേപോലെ മകളായ കാർലയോട് വിശദീകരിക്കുന്നു. കാർല, എന്തൊരു അത്യാഗ്രഹിയാണ് ആ മനുഷ്യൻ. അച്ഛൻ വിഷമിക്കേണ്ട, എനിക്ക് ഒരു ചെറിയ ബുദ്ധി തോന്നുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ കാർല തൻ്റെ കുട്ടയിൽ തൻ്റെ കയ്യിലുള്ള ഏറ്റവും നല്ല തണ്ണിമത്തനും നിറച്ചുകൊണ്ട് പോകുന്നു. കാർല, ഇത് നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. സീൻ 4. ഇൻ ദ സ്ട്രീറ്റ്. മർച്ചന്റ്, യങ് ലേഡി, യു ലുക്ക് ടയേർഡ്. പെർഹാപ്സ് ഐ ക്യാൻ ഹെൽപ്പ് യു. കാർല, ദാറ്റ് വുഡ് ബി വെരി നൈസ് ഇൻഡീഡ്. She holds out a pair of watermelons. Merchant, how much for everything? He grins slyly, thinking he can make another good deal for himself. Carla, how much will you give me? The merchant takes 3 copper coins in his hands. Merchant, these are difficult times, lady. This is all I can offer. Carla, everything in your hand? Merchant, yes, certainly. Carla, then it is a deal. She holds out her hand for payment. The merchant grins slyly and slides the coin into her hands. രംഗം 4. തെരുവ്. വ്യാപാരി, പ്രിയപ്പെട്ട പെൺകുട്ടി, നിനക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. നിന്നെ ഞാൻ സഹായിക്കട്ടെ. കാർല, അത് നല്ല കാര്യം തന്നെയാണ്. അവൾ തൻ്റെ കയ്യിലിരുന്ന 2 തണ്ണിമത്തൻ അയാൾക്ക് നേരെ നീട്ടുന്നു. വ്യാപാരി, എല്ലാത്തിനും കൂടി എന്ത് വിലയാകും? നേരത്തേതുപോലെ മറ്റൊരു കച്ചവടം ഒത്തുവന്നതിൽ അയാൾക്ക് ചെറിയൊരു സന്തോഷമുണ്ടായിരുന്നു. കാർല, താങ്കൾ എനിക്ക് എത്ര തരും? വ്യാപാരി
തൻ്റെ കയ്യിലുള്ള 3 ചെമ്പ് നാണയങ്ങൾ കയ്യിലെടുക്കുന്നു. വ്യാപാരി: സമയം അത്ര നല്ലതല്ല കുട്ടി, ഇത്രയേ എൻ്റെ കയ്യിലുള്ളൂ. കാർല: താങ്കളുടെ കയ്യിലുള്ളത് മുഴുവൻ തരുമോ? വ്യാപാരി: ഉറപ്പായും തരും. കാർല: എങ്കിൽ വാക്കുറപ്പിച്ചിരിക്കുന്നു. പണം കിട്ടാനായി അവൾ തൻ്റെ കൈകൾ നീട്ടുന്നു. ചെറുചിരിയോടെ വ്യാപാരി തൻ്റെ കയ്യിലുള്ള നാണയങ്ങൾ അവളുടെ കയ്യിലേക്കിടുന്നു. കാർല: ഓ, താങ്ക് യു. ആൻഡ് ഐ സീ ദാറ്റ് യു ഹാവ് 3 ലവ്ലി റിങ്സ്. ഐ വിൽ ഹാവ് ദം ആസ് വെൽ. താങ്ക് യു. ദേ ആർ വെരി കളർഫുൾ. മെർച്ചന്റ്: വാട്ട്? You must be crazy. Carla: but you had agreed to give me everything in your hand, didn't you? And remember, a deal is a deal. Just the way you had a deal with my father the other day. Merchant: oh no. Reluctantly, he removes the rings and gives them to Carla. He wipes his tears. She sees his tears and returns the rings. Carla: I can't cheat anybody as you did. My father taught me not to harm anybody. Take your rings back. The merchant looks at Carla in wonder. കാർല: വളരെ നന്ദി. പക്ഷേ താങ്കളുടെ വിരലുകളിൽ 3 ഭംഗിയുള്ള മോതിരങ്ങളുമുണ്ട്. അവയും കൂടി എൻ്റേതാണല്ലോ. വളരെ നന്ദിയുണ്ട്. അവ വളരെ മനോഹരങ്ങളാണ്. വ്യാപാരി: എന്ത്? നിനക്ക് ഭ്രാന്താണോ? കാർല: നിങ്ങളുടെ കയ്യിലുള്ള എല്ലാം തരാമെന്നാണല്ലോ നിങ്ങൾ സമ്മതിച്ചത്. അത് ഓർക്കുന്നില്ലേ? ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. ഇന്നലെ എൻ്റെ അച്ഛനോട് ഇതുപോലൊരു ഇടപാട് നടത്തിയത് ഓർക്കുന്നില്ലേ? വ്യാപാരി: ഓ, കഷ്ടം. മടിച്ച് അയാൾ തൻ്റെ കയ്യിലുള്ള മോതിരങ്ങൾ ഊരി കാർലയ്ക്ക് കൊടുക്കുന്നു. അയാൾ തൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്നു. ഇത് കാർല കണ്ടു. ആ മോതിരങ്ങൾ കാർല അയാൾക്കു തന്നെ തിരിച്ചു നൽകി. കാർല പറഞ്ഞു, ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കരുതെന്നും ആരെയും വഞ്ചിക്കരുത് എന്നുമാണ് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളുടെ മോതിരങ്ങൾ നിങ്ങൾ തന്നെ വെച്ചോളൂ. വ്യാപാരി അത്ഭുതത്തോടെ കാർലയെ നോക്കി നിൽക്കുന്നു. ഈ ചെറുനാടകം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? റോബർട്ട് സ്കോട്ടെല്ലാറോ ആണ് ഈ നാടകം എഴുതിയത്. ഇനി നമുക്ക് ചില പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. നമ്പർ ദ പിക്ചേഴ്സ് ഇൻ ദ സെയിം ഓർഡർ ആസ് ദ ഇവൻറ്റ്സ് ടുക്ക് പ്ലേസ് ഇൻ ദ പ്ലേ. നാടകത്തിലെ പ്രധാന സംഭവങ്ങൾ അത് നടന്ന ക്രമത്തിൽ ക്രമീകരിച്ച് നമ്പർ ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നാടകത്തിലെ സംഭവങ്ങളെല്ലാം കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ? തൻ്റെ ഉൽപ്പന്നങ്ങളെല്ലാം വണ്ടിയിൽ കയറ്റി കർഷകൻ ചന്തയ്ക്ക് പോകുന്നു. വ്യാപാരി അദ്ദേഹത്തെ സമീപിക്കുന്നു. കർഷകനെ വഞ്ചിച്ച് ആ വണ്ടി കൂടി വ്യാപാരി കൈക്കലാക്കുന്നു. കർഷകൻ വളരെയധികം ദുഃഖിതനാകുന്നു. നടന്ന കാര്യങ്ങളെല്ലാം വീട്ടിൽ വന്ന് മകളോട് പറയുന്നു. പിറ്റേന്ന് മകൾ തണ്ണിമത്തനുമായി ചന്തയിലേക്ക് പോകുന്നു. അന്നും വ്യാപാരി കച്ചവടത്തിനായി അവരുടെ അടുത്തേക്ക് വരുന്നു. തൻ്റെ കയ്യിൽ 3 ചെമ്പ് നാണയങ്ങളുണ്ടെന്നും അത് തരാമെന്നും പറയുന്നു. കയ്യിലുള്ളതെല്ലാം തരുമല്ലോ എന്ന് കാർല ഉറപ്പുവരുത്തുന്നു. അങ്ങനെ തൻ്റെ കയ്യിലുള്ള മോതിരം അവൾക്ക് കൊടുക്കേണ്ടി വരുന്നു. The farmer loaded his wagon with grains. He reached the market and a merchant approached him. The merchant cheated him by giving 20 copper pieces for everything in the wagon, including the grain and horses and the wagon itself. The farmer was very much worried. He reached home and told everything to his daughter Carla. Carla was very clever. She went to market with some watermelon. The same merchant approached Carla. He shoved 3 copper pieces in his hand and Carla agreed to sell
2 watermelons with everything in his hand. He had to keep his words by giving her 3 rings in his hands. Activity 2. Do you know any farmer in your locality? Collect their names, the crops they cultivate, the products, the way they sell it, etc. നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെങ്കിലും കർഷകരെ നിങ്ങൾക്കറിയാമോ? അവരുടെ പേര് കണ്ടുപിടിച്ച് എന്ത് വിളകളാണ് അവർ കൃഷി ചെയ്യുന്നത്, എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ അവർ ഉണ്ടാക്കുന്നു, അത് എവിടെ കൊണ്ടുപോയി വിൽക്കുന്നു എന്നീ വിവരങ്ങളെല്ലാം ശേഖരിക്കാമോ? മിസ്റ്റർ സാം ഈസ് എ ഫാർമർ. He is my neighbor. He has been working in the field from his childhood. We frequently visit his farm to buy fresh vegetables. He cultivates amaranthus, snake gourd, tapioca, bitter gourd, pea, plantain, cucumber, etc. He has 2 cows. We used to buy milk from him. His family members help him in farming. He sells his crops at Tirumala, the nearby market. He is very happy and proud to be a farmer. ഓരോരുത്തരും അവരവരുടെ പ്രദേശങ്ങളിലുള്ള കർഷകരെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുമല്ലോ. Look at the picture and describe the work of a farmer. ഈ ചിത്രം നോക്കൂ. ഇതിലെ കർഷകൻ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് ഒരു ചെറുകുറിപ്പ് തയ്യാറാക്കുക. Don't forget to describe the work done by the family members of the farmer too. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ചും ഒരു വിവരണം തയ്യാറാക്കണം. The farmer is busy in his field. He is sowing some seeds. His wife is feeding cattle. One of his child is fishing from the nearby pond. Other children are playing and swimming. There are paddy, coconut, and some other trees near his house. There is a heap of straw near his house. We know that there are many differences in the lifestyle and method of farming in the past and present generation. Write a speech in connection with the celebration of Chingam 1 as the Farmers' Day in your school using the following hints. പഴയ തലമുറയുടെയും പുതുതലമുറയുടെയും കൃഷിരീതികളിലും ജീവിത രീതികളിലും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. ചിങ്ങം 1 കർഷക ദിനമാണല്ലോ. അതിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസംഗം തയ്യാറാക്കുക. പ്രസംഗം തയ്യാറാക്കുമ്പോൾ ഇനി തരുന്ന സൂചനകൾ കൂടി നമുക്കുപയോഗിക്കാം. പാസ്റ്റ് പഴയകാലം. ലിവ്ഡ് ബൈ വൺസ് ഓൺ ലേബർ. സ്വന്തം അധ്വാനത്തിലാണ് ജീവിച്ചിരുന്നത്. ഹാഡ് നോ ഡിസയർ ഫോർ വാട്ട് അതേഴ്സ് ഹാഡ് പ്രൊഡ്യൂസ്ഡ്. മറ്റുള്ളവർക്കുള്ളതെല്ലാം തനിക്കും വേണം എന്നൊരാഗ്രഹം അക്കാലത്തെ ആളുകൾക്കുണ്ടായിരുന്നില്ല. യൂസ്ഡ് നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് ഫാമിംഗ്. പ്രകൃതിദത്തമായ കൃഷിരീതികളാണ് ഉപയോഗിച്ചിരുന്നത്. നോട്ട് സെൽഫിഷ് ആൻഡ് വെർ ജനറസ്. അവർ സ്വാർത്ഥരായിരുന്നില്ല, പക്ഷേ ദയാലുക്കളായിരുന്നു. പ്രസൻറ്റ്. ഇക്കാലത്ത് ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്. മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ജലസ് ആൻഡ് ഗ്രീഡി. അവർ അസൂയാലുക്കളും അത്യാഗ്രഹികളുമാണ്. യൂസ് ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ്. എപ്പോഴും കൃത്രിമമായ രീതികൾ ഉപയോഗിക്കുന്നു. സെൽഫിഷ് ആൻഡ് സെൽഫ് സെൻറ്റേഡ്. എല്ലാവരും സ്വാർത്ഥരും സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരുമാണ്. ഇനി നമുക്ക് പ്രസംഗം തയ്യാറാക്കാം. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, പാരൻസ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇൻ കേരള we celebrate Chingam 1 as Farmers' Day. Kerala is famous for agriculture. It is famous for coconut trees and its greenery. Our ancestors were worked in the field and produced their own food. None had desire to get what others produced. They always used natural methods of farming. They loved the earth, soil, and ecosystem. They never made any harm to the nature.
They worked together in the fields and farms. No one was selfish then. They were very kind and generous towards the fellow beings. But today, situation changed. We Keralites depend other states for the vegetables and cereals. People are not willing to work hard in the fields. People are greedy and selfish nowadays. So they use harmful pesticides and chemical fertilizers to get high yields. Those methods harm the nature and soil. They are harmful not only to our ecosystem but also to our health. So, I remind all of you to work hard to produce our own food. It makes us happy, healthy and self-sufficient. Thank you. കൂട്ടുകാരും തന്നിരിക്കുന്ന സൂചനകൾ വെച്ച് ഇതുപോലൊരു പ്രസംഗം തയ്യാറാക്കുമല്ലോ. ക്ലെവർ കാർല എന്ന ചെറുനാടകവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.